സുഹൃത്തുക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. ഈമാന് പോയിട്ട് എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? വിശ്വാസം ക്ലിയർ ഇല്ലാതെ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അൽമനാറിൽ ഒരിക്കൽ ഇങ്ങനെയാണ് എഴുതിയത്: ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാരെങ്ങനെ മറ്റുള്ളവർക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയും? ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ആ പുണ്യാളന്മാർ അമ്പിയാക്കളെ പറ്റിയും സുഹദാക്കളെ പറ്റിയും സാലിഹീങ്ങളെ പറ്റിയും പറഞ്ഞതാണ്. അതിന്റെ ശേഷം പറയാണ്, നബി തിരുമേനിയുടെ റൗദാ ശരീഫിൽ വന്ന് അവിടുത്തെ വിളിക്കുകയും സഹായമർത്ഥിക്കുകയും അള്ളാഹുവിൽ ശുപാർശ നടത്താൻ അപേക്ഷിക്കുകയും ചെയ്യുന്നവരും ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ നബി തങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം എന്താണ്? അത് ഖബറിൽ ജീർണിച്ച് ജഡങ്ങളായി മാറി, ഖബറുകളിൽ ജീർണിച്ച ജഡങ്ങളായി മാറിയ ഒരു പുണ്യാളൻ എന്നാണ് നബിയെ സംബന്ധിച്ചവരുടെ വിശ്വാസം. ഈ വിശ്വാസത്തോടു കൂടി ഒരാൾക്ക് മുഅ്മിനായി മരിക്കാൻ കഴിയോ? നിങ്ങൾ പരിശുദ്ധ ഖുർആൻ നോക്കൂ. ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബിക്ക് നമ്മൾ കിതാബ് കൊടുത്തിട്ടുണ്ട് നബിയെ. ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി. ആ മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. മൂസാ നബി അലൈഹിസ്സലാം അള്ളാന്റെ റസൂലിന്റെ കാലത്ത് സഹാബിയായി ജീവിച്ച ആളാണോ? അല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ ആളാണ്. ആ മൂസാ നബിയെ അള്ളാഹു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു കണ്ടുമുട്ടി എന്ന് അള്ളാഹു ഖുർആനിൽ പറയുന്നു. ഇത് വിശ്വസിക്കണ്ടേ? ഖുർആൻ വിശ്വസിക്കാതെ ഒരാൾക്ക് മുസ്ലിം ആവാൻ പറ്റുമോ? ഫലാ തകും ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി. മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട. കണ്ട നബിക്ക് എന്തായാലും സംശയം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. എന്നെ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ആരും സംശയിക്കണ്ട. നബി തങ്ങൾ മൂസാ നബിയെ കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് പറഞ്ഞു, മറർത്തു ബി മൂസാ ലൈലത ഉസ്രിയ ബി. ഇസ്രാഈലിന്റെ രാത്രിയിൽ ഞാൻ മൂസാ നബിയുടെ സമീപത്തേക്ക് ചെന്നു. അപ്പോൾ ഖായിമുൻ യുസല്ലി ഫിൽ ഖബരി. മൂസാ നബി ഖബറിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഖബറിൽ ജീർണിച്ച പുണ്യാളന്മാര് എന്നാണ് മുജാഹിദിന്റെ വിശ്വാസം. നബിതങ്ങൾ പഠിപ്പിക്കുന്ന വിശ്വാസം, ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസം അങ്ങനെയല്ല. അമ്പിയാക്കൾ അങ്ങനെയല്ല. അവർ ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നു. അവർ ജീർണിച്ച പുണ്യാളന്മാരല്ല. അവരിൽ നിന്ന് എങ്ങനെ സഹായം കിട്ടുമെന്നാണല്ലോ ചോദ്യം. എന്നാൽ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫി ദാജിം മിനൽ ളുലമി വബിതഅതർ ഖായില അന്നിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറമി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. നബിതങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ ചെന്നപ്പോൾ അവിടെ അതാ അമ്പിയാക്കൾ വന്ന് നബിതങ്ങളെ പിന്തുടർന്ന് നിസ്കരിക്കുന്നു. അതല്ലേ ബുഖാരിയിൽ മുസ്ലിമിലുള്ള ഹദീസ്? അങ്ങനെയല്ലേ? ബുഖാരിയും മുസ്ലിമും സർവ ഹദീസിന്റെ കിതാബുകളിലുമുള്ളത് എന്താണ്? നബിതങ്ങൾ ഒന്നാം ആകാശത്തിലെത്തിയപ്പോൾ ഫൈദാ നബി ആദം, അവിടെ ആദൻ നബിയെ കാണുകയാണ്. മേൽപോട്ട് പോകുമ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കാണുകയാണ്. യഹ്യാ നബിയെ കാണുകയാണ്. ആറാമത്തെ ആകാശത്തിൽ മൂസാ നബിയെ കാണുകയാണ്. ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണുകയാണ്. ഖബറിൽ ജീർണിച്ച പുണ്യാളന്മാരാണോ? സഹായം കിട്ടാത്തവരാണോ? അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഖുർആൻ എന്ത് പഠിപ്പിക്കുന്നു? ഹദീസ് എന്ത് പഠിപ്പിക്കുന്നു? 50 നേരത്തെ നിസ്കാരവും വാങ്ങി നബിതങ്ങൾ വരുമ്പോ മൂസാ നബിയുടെ ഖബറും സിയാറത്ത് ചെയ്ത് നടത്തിയ യാത്രയായതിനാൽ മൂസാ നബി അലൈഹിസ്സലാം ഇടപെടുന്നു. 50 നേരത്തെ നിസ്കാരം 5 ആക്കി ചുരുക്കി വാ
വാങ്ങുന്നു. അതേ അമ്പിയാക്കൾ അതാ സഹായിക്കൂല എന്നാണോ ഖുർആനും ഹദീസും പഠിപ്പിച്ചത്? അല്ല, സഹായിക്കുമെന്നാണോ ഖുർആനും ഹദീസും പഠിപ്പിച്ചത്? ഓ മുസ്ലിമീങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, തറക്തു ഫീകും അംറൈനി ലൻ തദില്ലൂ മാ തമസ്സക്തും ബിഹിമാ. ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗമാണ്. നിങ്ങൾ രണ്ട് കാര്യം ശരിക്കും സ്വീകരിച്ചാൽ നിങ്ങൾ പിഴച്ചു പോകൂല. ഞാൻ രണ്ട് കാര്യം ഇവിടെ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നുണ്ട്. അതെന്താണ്? കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. ഖുർആനും ഹദീസുമല്ലയോ? ആ ഖുർആനും ഹദീസും പറഞ്ഞ വിശ്വാസം അംഗീകരിക്കാതെ അമ്പിയാക്കളൊക്കെ ജീർണിച്ച് നശിച്ചുപോയി എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പ്രബോധനം എഴുതിയിട്ടുണ്ട് 87 ജനുവരിയിൽ. പറയട്ടെ, ഈമാനോടെ മരിക്കാൻ കഴിയുമോ?